വലൈക്കും വറഹ്മത്തുള്ളാഹി. വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നിവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ മോഡലല്ല, തീർത്തും ഞങ്ങളുടേതായ ഒരു തിയറി അനുസരിച്ചുള്ള ഒരു മോഡലാണ്. പക്ഷേ ഇതിൻ്റെ സക്സസ് റേറ്റ് ഞങ്ങൾ വേണമെങ്കിൽ ഒരു 80% വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നു. പക്ഷേ ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. ഒരു ഭീമമായ സംഖ്യ തന്നെ ഇതിന് ചിലവാകും. മാത്രമല്ല, അതിനകത്തൊക്കെ ഒരു ആഴത്തിലുള്ളൊരു പഠനം കൂടെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഒരു ഐഡിയ ആണ്. ഞങ്ങളതിനെ വിളിക്കുന്നത് എം വാഗൺ എന്നാണ്. എം വാഗൺ ആ ഒരു പുതിയൊരു വാഹനമാണ് ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സിമ്പിൾ സ്ട്രക്ചറുള്ള, മറ്റുള്ള സാധാരണയുള്ള മെക്കാനിക്കലായിട്ടുള്ള വാഹനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്ന്. ഇതിൽ നിന്ന് നമുക്ക് കേവലം മാഗ്നറ്റുകളും ഒരു ഫെറോ ഫ്ലൂയിഡും 4 ഡൈനാമോ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചർ. ഈ വാഗണിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു, അതായത് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതനുസരിച്ച് പവർ കൂടുന്ന തരത്തിലുള്ള ഒരു മാഗ്നറ്റ് മുന്നിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ മുന്നിലായി തന്നെ ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു മീഡിയത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഫെറോ ഫ്ലൂയിഡും നമുക്കറിയാം ഫെറോ ഫ്ലൂയിഡ് ലിക്വിഡ് മാഗ്നറ്റാണ്. സാധാരണ മെറ്റൽ മാഗ്നറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഫെറോ ഫ്ലൂയിഡ്. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിട്ട് വളരെ അത് കുറച്ചും കൂടെ അട്രാക്റ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ മീഡിയത്തിനിടയ്ക്കുള്ള എയറും ഈ മാഗ്നറ്റിൻ്റെ ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പവർ നമുക്കറിയാലോ, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ അട്രാക്ഷൻ ഫീൽഡ് കൂട്ടുക. അപ്പോൾ ഈ കാറിൻ്റെ മുൻവശത്തുള്ള ഈ ചെറിയ ഗ്യാപ്പ്, ഈ മാഗ്നറ്റും അതുപോലെ തന്നെ ഈ ഫെറോ ഫ്ലൂയിഡും തമ്മിലുള്ള ഇടയിലൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ടയറുകളുടെ ഭാഗത്തായിട്ട് ഒരു ഡൈനാമോ പിടിപ്പിച്ചിട്ടുണ്ടാവും 4 ടയറിലും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പവർ ഇതിന് ആവശ്യമാണ്. ഒരു സ്റ്റാർട്ടിങ് പവർ, തുടക്കത്തിലൊരു ഇലക്ട്രിസിറ്റി ഇതിന് ആവശ്യമാണ്. അതിനുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് എന്തുണ്ടാവും അതിനകത്ത്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റിയിൽ ഇത് പ്രവർത്തിക്കും. ആദ്യത്തെ ഇലക്ട്രിസിറ്റിയിൽ ഈ മാഗ്നറ്റ് ഓണാകുമ്പോൾ ഈ ഫെറോ ഫ്ലൂയിഡിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അത് മുന്നോട്ട് ചലിക്കാൻ നോക്കും. എന്ത് ചെയ്യും, ഈ അട്രാക്ഷൻ്റെ പവർ കൂടുന്നത് കാരണം ഇത് ഈ ടയറുകളെ കറക്കാൻ ഒരു നീക്കം നടത്തും. അപ്പോൾ അതിനെ കൂടുതൽ സിമ്പിളാക്കാൻ വേണ്ടി, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ലൂബ്രിക്കേഷനും അതുപോലെ തന്നെ ബോൾ ബിയറിംഗ് ഒക്കെ ടയറിൽ സ്വാഭാവികമായി നമ്മൾ സാധാരണ പ്രാക്ടിക്കലായി ചെയ്തു വരുന്ന സംഭവമാണ്, പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ടയറുകളിൽ തന്നെ നമ്മൾ ഡൈനാമോ പിടിപ്പിക്കുന്നുണ്ട്. ഈ ഡൈനാമോകളിൽ നിന്നും ഒരു ലിഥിയം ബാറ്ററി എന്നല്ല, ഒരു ഹൈ എഫിഷ്യൻസി ഉള്ളൊരു ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഈ മാഗ്നറ്റിൻ്റെ അട്രാക്ഷൻ കാരണം, ഈ ഫെറോ ഫ്ലൂയിഡിൻ്റെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാരണം ഈ കാർ സ്വയം മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും അതിന്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ടയർ കറങ്ങുമ്പോൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കപ്പെടുന്നു. അത് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അത് തന്നെ വീണ്ടും സ്റ്റാർട്ടപ്പ് എനർജിയായി നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. വണ്ടിയുടെ സ്പീഡ് നമുക്ക് ഇലക്ട്രിസിറ്റീൻ്റെ പവർ അനുസരിച്ച് കൂട്ടാൻ കഴിയും. കാരണം ഇലക്ട്രോ മാഗ്നറ്റാണ്. എത്രത്തോളം ഇലക്ട്രിസിറ്റി കൊടുക്കുന്നോ അത്രത്തോളം ഇത് മോർ പവർഫുള്ളായിരിക്കും. മാത്രമല്ല, ഇത് ഇന്നത്തെ കാലത്ത് പിന്നെ ഇത് മാത്രമല്ല, ഇതൊരു ഇറ്റേണൽ പവറായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം ഇതിൻ്റെ ഒരു എൻഡ്ലെസ് ലൂപ്പ് പോലെ തുടർപ്രക്രിയയായിട്ട്, സൈക്ലിക് പ്രക്രിയയായിട്ട് നടക്കുന്ന സംഭവമാണിത്. പിന്നെ നമുക്കതിൻ്റെ ഇന്ധന പ്രശ്നം എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല. കാരണം ഇതിൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. മാത്രമല്ല, അതിനകത്ത് നമുക്ക് ഒരു റിസീവർ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നോളജി വെച്ച് മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. അതായത് സിമ്പിൾ സ്ട്രക്ചറുള്ള ഒരു മാഗ്നറ്റിക് പവറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിമ്പിൾ സ്ട്രക്ചറുള്ളൊരു കാറാണ് ഞങ്ങളുടെ തിയറി. അപ്പോൾ വരും കാലങ്ങളിൽ വളരെയേറെ പ്രസക്തിയുള്ള, വളരെയേറെ എഫിഷ്യൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന സംഭവങ്ങളാണ്. നല്ല എക്സ്പെൻസ് ആവുന്നല്ലേ പറഞ്ഞ്? ഏതാണെങ്കിലും തുടക്കത്തിൽ നമുക്ക് എക്സ്പെൻസ് ആവശ്യമാണ്. കാരണം ഈ എഫിഷ്യൻറ്റ് ബാറ്ററിക്ക് ഈ ഫെറോ ഫ്ലൂയിഡിൻ്റെ, ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കി തന്നെ അറിയാം, ഒരു 100 മില്ലി ഫെറോ ഫ്ലൂയിഡിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200, ഐ ഗസ് എൻ്റെ ഓർമ്മ അനുസരിച്ചാണെങ്കിൽ 1200 റുപ്യയാണ്. പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ സജീവമാകുമ്പോൾ പെട്രോളിയം, അതായത് ഈ ഫോസിൽ ഫ്യൂവൽ വാഹനങ്ങളെക്കാളും കൂടുതൽ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ. കാരണം അതിൻ്റെ പെർഫോമൻസ് കാരണം.
അതിൽ സാധാരണ മെക്കാനിക്കലായിട്ടുള്ള, അതായത് ഈ ഫോസിൽ ഫ്യൂൽ കൊണ്ട് ഓടുന്ന വണ്ടികളെക്കാൾ അത് മോർ എഫിഷ്യൻ്റ് ആണ്. അതിന് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ഇവിടെ അത് തന്നെയാണ് ഞങ്ങൾക്ക് പെർഫോമൻസ്. ഈ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ തിയറിയിലുള്ള ഈ വാഹനത്തിന് ഒരു വ്യക്തമായൊരു എഫിഷ്യൻസി ഞങ്ങൾക്ക് തെളിച്ച് കാണിക്കാൻ പറ്റും. ശരി, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചത്? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇതിൻ്റെ എക്സ്പെൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത് വാങ്ങുമോ? ഒന്നാമത്തെ ചോദ്യം. ഉണ്ടാവില്ല. ഇല്ല, അത് സാധാരണ നമ്മൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ്, പെട്രോള് കാര്യങ്ങൾക്കൊക്കെ എക്സ്പെൻസ് വരും. പിന്നെ ഫസ്റ്റ് തന്നെ മേടിക്കുമ്പോൾ ഉള്ള എക്സ്പെൻസ് മാത്രമേ ഇതിനുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം സ്ട്രക്ചർ വളരെ ഒരു മിനിറ്റ്, ചാൻസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ എക്സ്ട്രാ വേറെ എന്തെങ്കിലും മെയിൻ്റനൻസ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് വരുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വാഹനത്തിന് മാർക്കറ്റിൽ എത്ര വില വരും? ഈ സാധനം മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വില 15 to 20 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ക്ലാസ് ഫാമിലിക്ക് പറ്റുന്നത്. ഇനി അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അതിലേറെ വില കുറഞ്ഞ വാഹനങ്ങളില്ലേ വാഹനങ്ങളുണ്ട്, മിഡിൽ ക്ലാസ് ഫാമിലി ഉപയോഗിക്കുന്നത്? പക്ഷേ പിന്നെ അവരിത് എന്തിനാണ് ഇത്രയും വില കൊടുത്ത് ഈ സാധനം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന് ആവശ്യമായിട്ടുള്ള എനർജി അത് തന്നെ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ചാർജ് ചെയ്യേണ്ട ആവശ്യം ആ സംഗതിയിലെ എക്സ്പെൻസ് വരുന്നില്ലെങ്കിൽ ഇപ്പുറത്ത് വരുന്നില്ലേ? അത് ആദ്യത്തിലൊരു സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ എക്സ്പെൻസ് വരുന്നുള്ളൂ. പിന്നീട് മാർക്കറ്റിൽ വന്നു തുടങ്ങിയാൽ ഓൾറെഡി ഇതിൻ്റെ വില കസ്റ്റമേഴ്സിന് തുടക്കത്തിലുള്ള ആ പ്രൈസിന് ഇത് വളരെ തൃപ്തികരമാണ്. വെർത്തായിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അത് പിന്നെ അതിൻ്റെ പിന്നിൽ പിന്നെ അതിൻ്റെ പുറകെ ആ കാറിൻ്റെ സർവീസ് കാര്യങ്ങളിൽ പോകേണ്ട അവർക്ക് ആവശ്യം വരുന്നില്ല. കാരണം സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. എത്രത്തോളം മോർ സ്ട്രക്ചർ കോംപ്ലിക്കേറ്റഡ് ആണെന്നോ അത്രത്തോളം അതിൻ്റെ മെയിൻ്റനൻസും പ്രശ്നമാണ്. മെയിൻ്റനൻസിൻ്റെ ചാർജ് ഓക്കെ, അത് അവർ യൂസ് ചെയ്യുന്ന അനുസരിച്ചൊക്കെ ഇരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇറക്കുന്ന വാഹനത്തിന് മെയിൻ്റനൻസ് വരില്ല എന്ന് അഷ്വർ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, അത് സാധാരണ മറ്റുള്ള വെഹിക്കിളിനെ പോലെ എൻജിനുകളിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. പല ഓയിൽ ലീക്കും അങ്ങനെ പല തരത്തിലുള്ളത്. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ. അതിന് വ്യക്തമായി ചുരുക്കി പറഞ്ഞ ഒരു എൻജിൻ ഇല്ല. ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റും ഫെറോ ഫ്ലൂയിഡാണ്. ഇതിൻ്റെ ഇടയിലുള്ള അട്രാക്ഷൻ മൂലമാണ് വാഹനം മുന്നോട്ട് ചലിക്കുന്നത്. അതുകൊണ്ട് ഇനി പ്രശ്നം വരുവാണെങ്കിൽ തന്നെ അത് ഈ ഇലക്ട്രോ മാഗ്നറ്റേ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഫെറോ ഫ്ലൂയിഡ് ഒരു കെമിക്കലാണ്, ലിക്വിഡ് മാഗ്നറ്റാണ്. അതിന് പ്രത്യേകിച്ച് ഒരു മോശം അതായത് അതിനൊരു പ്രശ്നം കേട് വരില്ല, അങ്ങനെ പറയാൻ പറ്റും. കാരണം ഈ പ്രശ്നം വരികയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് മാത്രമേ പ്രശ്നം വരുള്ളൂ. അതിന് ഈ വൈൻഡിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് വരാനുള്ള ആകെയുള്ള. ഒന്നെങ്കിൽ ഈ കുറേ കാലം കഴിയുന്നതോറും ഈ മാഗ്നറ്റ് ഹീറ്റ് ആകും തോറും അതിൻ്റെ മാഗ്നറ്റിക് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ ഒരു കുറവാണ്. ഞങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങളുടെ ഒരു മൈനസ് പോയിൻ്റാണ് മാഗ്നറ്റ് മാറ്റണം എന്നുള്ളത്. അപ്പോൾ അതിന് പരിമിതികളുണ്ടല്ലേ? പരിമിതികളുണ്ട് ഏത് കാര്യത്തിനും നമുക്ക് എല്ലാം. അപ്പോൾ ആ പരിമിതികൾ ഇപ്പോൾ രണ്ട് പരിമിതികൾ പലതും ഉണ്ട്. പ്രധാനപ്പെട്ട രണ്ട് പരിമിതികൾ മറന്നുകൊണ്ട് ഒരു കസ്റ്റമർ നിങ്ങളുടെ കാർ എന്തുകൊണ്ട് വാങ്ങണം? കാരണം ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. ഇന്നത്തെ കാലത്ത് ഫോസിൽ ഫ്യൂലുകൾ ഒന്നാമത്തെ കാരണം ഞങ്ങൾ ഇത് ഊന്നി പറയാനുള്ളത്, ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്. ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, പിന്നെ എക്കോ ഫ്രണ്ട്ലിയും കൂടെയാണ്. ഇന്നത്തെ കാലത്ത് പറയാം മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അളവ്, കാർബൺ മോണോക്സൈഡിൻ്റെ ഒക്കെ അളവ് ഈ അന്തരീക്ഷത്തിൽ കൂടുതലാണ്. അത് ഗ്ലോബൽ വാർമിങ്ങൊക്കെ വളരെയധികം ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത്. അസ്സലാമു അലൈക്കും.